السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إني أسألك حبك وحب من يحبك والعمل الذي يبلغني حبك. اللهم اجعل حبك أحب إلي من نفسي وأهلي ومن الماء البارد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ക്ലാസ്സൊന്നും അല്ല. കുറേ ആൾക്കാർ പല രീതിയിലുള്ള എന്താ പറയുക കൺസേൺസ്, കംപ്ലയിൻസ്, വിഷമങ്ങൾ ഒക്കെ പിന്നെ വളരെ നാച്ചുറലാണ്. റമദാൻ കഴിഞ്ഞത്, വെക്കേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു മോട്ടിവേഷൻ്റെ സമയമായിന്ന് തോന്നി. അപ്പം അങ്ങനെ ഒന്ന് കൂടാന്ന് വിചാരിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ലൈവിൽ ജോയിൻ ചെയ്തവർക്ക് സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവരൊക്കെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറുന്നവരും എക്സാം എഴുതുന്നവരൊക്കെയാണ്. എന്നാലും പലർക്കും ആവശ്യമുള്ളവരുണ്ട്, പ്രത്യേകിച്ച് റെക്കോർഡിംഗ് കേൾക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ മൊത്തത്തിലുള്ള എക്സാമിൻ്റെ ഒരു ട്രെൻഡ് കാണിക്കാം. അതായത് ഇപ്പം കഴിഞ്ഞ 2-3 മാസമായിട്ട് എങ്ങനെയാണ് പോണേന്നുള്ളത്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? അപ്പം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ റംലാൻ്റെ മുമ്പുള്ള, അപ്പം S15 എന്ന് പറയുന്നത് റംലാൻ്റെ മുമ്പ് ലാസ്റ്റ് നടത്തിയ എക്സാമാണ്. അതിന് ഏകദേശം 500 ആൾ എക്സാം എഴുതിയിട്ടുണ്ട്. 484 എനിക്ക് തോന്നുന്നു അതിന് ശേഷം എഴുതിയവരുണ്ടെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ആൾക്കാർ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് റംലാൻ ആകുമ്പോൾ പിന്നെ മനസ്സിലാക്കാം, സ്വാഭാവികമായിട്ടും പലരും പല ക്ലാസ്സുകളും പല തിരക്കുകളും ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 500 ഒരു 400 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ S16 16ാമത്തെ എക്സാമിൽ 418 റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. 17 418, 18ാമത്തെ എക്സാം അത് വീണ്ടും കുറഞ്ഞു 344ആയി. S19 അതായത് റംലാനിലെ അവസാനത്തെ എക്സാം ആയിരുന്നു 319. എന്നാൽ പോലും മാഷാഅല്ലാഹ് ഇത് 2 പ്രാവശ്യം വെച്ചിട്ട് ഉള്ള കൗണ്ടാണ് ഇത് കേട്ടോ. കാരണം നമുക്കറിയാം റംലാന്റെ എക്സാമുകളൊക്കെ വേറൊരു ദിവസം വെച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കൗണ്ടാണിത്. അപ്പം മൊത്തത്തിൽ പക്ഷെ നമുക്ക് എക്സാം എഴുതൽ ഇവിടെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എക്സാം എഴുതൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ക്ലാസ് കേട്ടാൽ മതിയെന്ന്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ എക്സാം എഴുതുമ്പോഴേ നമ്മൾ ആ ക്ലാസ് ശരിക്കും കേൾക്കുന്നുള്ളൂ, അതിൻ്റെ നോട്ട്സ് എഴുതുന്നുള്ളൂ അല്ലേ? അറ്റ്ലീസ്റ്റ് അതിലെന്താ കാര്യമെന്ന് മനസ്സിലാക്കാൻ. കാരണം അങ്ങനെ ഒരു ടാർജറ്റ് ഉള്ളപ്പോഴേ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ്, ചെയ്ത് തീർക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്നത് എപ്പോഴും റെക്കമെൻഡഡ് ആണ്. മാർക്ക് ഒരു വിഷയമല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് റംലാന്റെ കാര്യം. ഇനി റമദാൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഈ 300 കഴിഞ്ഞ് പിന്നെ ഏകദേശം നേരെ പകുതിയിലോട്ട് എത്തി തുടങ്ങി. റമദാൻ കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസസ് ആണത്. 236. അടുത്ത എക്സാം 294 കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ 289, 297, 300ന്റെ മുകളിലേക്ക് കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്ന, അല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്ത എക്സാമിൻ്റെത് 260 ആണ് ഇപ്പോൾ. അപ്പം നസീറ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ എഴുതാനുണ്ടാവുമായിരിക്കും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അത് 300 ക്രോസ് ചെയ്യുന്ന. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എല്ലാവരും എന്തിലൂടെയൊക്കെയാണ് കടന്നു പോണത് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ കൺസേൺസ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റംലാൻ കഴിഞ്ഞപ്പം കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു. റംലാന് മുമ്പ് നല്ല രീതിയിൽ ചെയ്തിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. റംലാൻ കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു, സ്വാഭാവികം. ഖുശൂ നഷ്ടപ്പെട്ടു, അതൊക്കെ നാച്ചുറൽ ആണ്. അതൊക്കെ സംഭവിക്കും. നമ്മൾ റംലാന്റെ തോട്ട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ബിസി ഷെഡ്യൂള് എല്ലാവർക്കും പല രീതിയിലുള്ള, അതും സുബ്ഹാനല്ലാഹ് എല്ലാവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ? അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. വേറൊരു കംപ്ലൈൻറ്റ് വന്നത് നോട്ട്സ് കംപ്ലീഷൻ കുറേ പെൻഡിങ് വെച്ചിട്ടുണ്ട്. കുറേ പെൻഡിങ് ഉണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് നോട്ട്സ് പെൻഡിങ്ങിലുണ്ട്. അതുകൊണ്ട് എവിടെ എത്തുന്നില്ല. അതിന്റെ പേരിൽ തൽക്കാലം നിർത്തിവെക്കുമെന്നൊക്കെ ചോദിച്ചവരും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പോർഷൻസ് എടുക്കുന്നുണ്ട് ഇപ്പം, അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട്. ഒരാളും രണ്ടാളും എന്നല്ല, പല ആൾക്കാരിൽ നിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ പല രീതിയിൽ കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റ്സ്. പക്ഷെ ഇതൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കുൻ, കമന്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്, ശരിക്കും എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഒരാൾക്ക് ഈ 24 എക്സാമിലും ഒന്നിലൊഴികെ ഫുള്ള് വാങ്ങിയ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്.
മാഷാ അല്ലാ, മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്ക്. നമുക്ക് എന്തായാലും ആളെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് തന്നെയാണ്. മാഷാ അല്ലാ. പിന്നെ അതുപോലെ അത് ഒരാളൊന്നും അല്ല. ഈ ഫുൾ മാർക്ക് വാങ്ങാന്ന് പറയുന്നത് ഒരു വിഷയമല്ല എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. ഒരാളല്ല, ഒരുപാട് കൺസിസ്റ്റന്റ് ആൾക്കാരുണ്ട്. ഒരു എക്സാമിന് പോലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഐ മീൻ മാറ്റി നിർത്താത്ത ആൾക്കാർ, അത്രയ്ക്കും എല്ലാത്തിനും കാര്യമായിട്ട് എഴുതിയും ഡൗട്ട്സ് ചോദിച്ചും ക്ലിയർ ചെയ്തും ഇനി എക്സാമിന് ഒരു മാർക്ക് പോകുമ്പം അതെന്താ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ അതുമുണ്ട്. അപ്പം മൊത്തത്തിലുള്ള പ്രശ്നമല്ല, കുറച്ച് ആൾക്കാരുടെ പ്രശ്നമാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ഈ പറഞ്ഞ കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാർ ഒന്നും വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന്മാരെക്കാളും കൂടിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇക്കൂട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്. ഒരു സിസ്റ്റർ, ഞാൻ അവരുടെ സബ് ഗ്രൂപ്പ് ലീഡറിന്റെ അടുത്ത് പറയുണ്ടായി, ആള് എക്സാം എഴുതുന്നുണ്ടാവില്ല, ഇനി കുറച്ച് വീക്കിലേക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അതും ഡെലിവറി കഴിഞ്ഞ വെച്ചാൽ മൂന്ന് കുട്ടികളുണ്ട്, 4ാമത്തെ ഡെലിവറിയാണ്. ഒരുപാട് ആളൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല, ആൾ എക്സാം എഴുതണ്ടല്ലോ. പക്ഷെ ആ കുട്ടി ഇന്ന് വരെ എക്സാം എഴുതൽ നിർത്തിയിട്ടില്ല. മാഷാ അല്ലാ, അത് നല്ല സ്കോറോട് കൂടി എഴുതുന്നുണ്ട്. ഹജ്ജിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. മാഷാ അല്ലാ, ഞാൻ ഓരോ പ്രാവശ്യം വിചാരിക്കും ഈ ആഴ്ച മൂപ്പര് എഴുതുന്നുണ്ടാവില്ല, തിരക്കല്ലേ. ആളിപ്പോഴും എഴുതുന്നുണ്ട്. മാഷാ അല്ലാ. അപ്പം അങ്ങനെയൊക്കെയുള്ള തിരക്കുള്ള ആൾക്കാരൊക്കെ എഴുതുന്നുണ്ട്. അത് നല്ല നല്ല സ്കോറിൽ തന്നെ. അതായത് അവർ വെറുതെ എഴുതി വിടുകയല്ല, ഇമ്പോർട്ടന്റ് ആക്കി എടുത്തിട്ട് തന്നെ എഴുതാണ്. അപ്പൊ നമ്മളൊക്കെ ശരിക്കും നമ്മളോട്, ഞാൻ ഉൾപ്പെടെ, കാരണം ഞാനും ഒരുപാട് തിരക്കുകളിൽ പെട്ടിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോയിട്ടുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കാം, അങ്ങനെ ആൾക്കാരുണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ ടാർഗറ്റ് ഹൈ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ കണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവുക തന്നെ വേണം. മാഷാ അല്ലാ, മാഷാ അല്ലാ, അല്ലാഹുമ്മ ബാരിക് ലഹുന്ന. എല്ലാവർക്കും അങ്ങനെ കൺസിസ്റ്റൻസി കാണിക്കുന്ന, അങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഇഷ്ടം പോലെ ബർക്കത്ത് കൊടുക്കട്ടെ. അവരെ നമ്മളെ മാതൃകകളാക്കി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. അൽഹംദുലില്ലാ, അത് അള്ളാഹിന്റെ ഒരു തൗഫീക്ക് തന്നെയാണ്. എല്ലാവരും ഡ്രോപ്പ് ആണെങ്കിലോ നമുക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല അല്ലെ, കൺസിസ്റ്റൻസി കിട്ടൂല. അങ്ങനെ. അപ്പം നമ്മളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെ പ്ലാനിനെ കുറിച്ചൊന്ന് പറയാം. ഇനി ഇൻഷാ അള്ളാ 2, 3 ആഴ്ചകള് നമുക്കറിയാം, ഈ ഇത് വരുന്നുണ്ട് ദുൽഹജ്ജ് അല്ലെ. അപ്പം അത് 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് ആണ്. നമുക്ക് ഒരുപാട് ദിക്റുകളിലും നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അമലുകളിൽ മുഴുകിയിരിക്കേണ്ട സമയമാണ്. അപ്പം പഠനം എന്ന് പറയുന്നത് തൽക്കാലം ഒരു ഓപ്ഷൻ അല്ല. അപ്പം അതിന് അനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിലൊന്ന് പ്ലാന് മാറ്റുന്നുണ്ട്. എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലെക്സിബിലിറ്റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിർബന്ധങ്ങളും ഇല്ല അല്ലെ. ആരെന്ത് പറ്റൂല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി, നിങ്ങൾ വിടാതെ പോയാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. എന്തെന്നെ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമ്മൾ കൈവിടാതെ കൊണ്ടുപോകുന്നതാണ്. ഒരു പക്ഷേ ഇതുപോലൊരു സാഹചര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു സ്ഥലത്ത് കിട്ടിയെന്ന് വരൂല അല്ലെ. ഒരുപാട് നിർബന്ധങ്ങൾ, നമ്മൾ ഓടിക്കതച്ചെത്തേണ്ട സിറ്റുവേഷൻസ് ആണ് പല സ്ഥലത്തും. നമ്മൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എവിടെ എഴുതി കാണിക്കുക എന്നുള്ളതോ എക്സാം എഴുതി മാർക്ക് വാങ്ങുക എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈവൻ നോട്ട്സിന്റെ കാര്യം പറയുമ്പോൾ മാഷാ അല്ലാ, ഷാനിബ, ഫറയൊക്കെ ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് എഴുതുന്ന, സുബ്ഹാനല്ലാഹ് അല്ലെ. അവരുടെ പേഴ്സണൽ ടൈം, അവർക്കും പ്രശ്നങ്ങളുണ്ട്, പേഴ്സണൽ ടൈം എടുത്ത് നോട്ട്സ് എഴുതി നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെ. സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടും അല്ലെ, ഇതിനകത്ത് വളരെ ചുരുക്കം ആൾക്കാരെ ഒരു ഇന്റർനെറ്റ് പാക്കേജ് എന്താണ് റീചാർജ് ചെയ്യാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് വിരൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവികൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ് നമ്മൾ അധികം ആൾക്കാർ അല്ലെ. നമുക്കെല്ലാം അവൈലബിൾ ആണ്. കംപ്ലയിൻസും പരാതികളും നമ്മുടെ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നവരാണെന്ന് ഞാനും നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ഓടിയെത്താൻ പറ്റുമോ അങ്ങനെ നമ്മൾ ഓടുക. അപ്പൊ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വേറൊരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടും തോന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും അതിൻ്റെതായ സ്ട്രിക്ട്നെസ് ഉണ്ട്. അപ്പം പറ്റുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമ്മൾ ഈ ഒരു മാസത്തെ കാലണ്ടർ ഒന്ന് നോക്കാം, നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോണേന്ന് ഇൻഷാ അല്ലാ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പുഷ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച്
ദിവസത്തെ ഒരു ഗ്യാപ്പ് തരികയാണ്. നോട്ട്സ് എഴുതി എത്തിയിട്ടില്ല, അങ്ങനെയുള്ള സങ്കടങ്ങളും പരാതികളൊക്കെ പറഞ്ഞവർക്ക്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഒരു മെയിൻ ടോപ്പിക് നസ്ഖ്, അല്ലെ, അതൊരു പുതിയൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പേഴ്സണലി കിട്ടിയ സംശയങ്ങളുണ്ട്. പക്ഷെ പല സംശയങ്ങളും എല്ലാവരുടെയും കൂടെ സംശയങ്ങളാണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം നസ്ഖിനെ കുറിച്ച് ഒരു സെഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ ഞാനിവിടെ ഹസീന ടീച്ചറുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഹൈർ എന്ന് പറഞ്ഞു. അപ്പം നാളെയും മറ്റന്നാളും ബുധൻ വ്യാഴല്ല ഇൻഷാ അള്ളാ നമ്മൾ നസ്ഖിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട്, ഒരുപാട് വിശദീകരണം എന്നല്ല, കാരണം അതൊക്കെ നമ്മളെ ലൈഫിൽ കൊണ്ടുവരുന്നതിനേക്കാളും ഇൻഫർമേഷൻ ആണ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. അതെന്തുകൊണ്ടും എന്തും ദീനിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഹയർ ഉണ്ട്. അത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവും. അങ്ങനെയൊക്കെയാണ്. എന്നാൽ പോലും ഇൻഫർമേഷൻ ആണ്. അക്കാഡമിക് കാര്യങ്ങൾ, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറ്റുന്നവർ കേട്ടുവിടുക, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കുക. എന്തായാലും എക്സാം ഇല്ല. അപ്പൊ നാളെയും മറ്റന്നാളും നസ്ഖിന്റെ ക്ലാസ് ഉണ്ടാവും. ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങ് വിടാം. പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട. അപ്പൊ ഈ ഒരാഴ്ച മുഴുവൻ കിട്ടുകയാണ് നോട്ട്സ് മിസ്സായവർക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക്, അതായത് 10th എക്സാം ഇല്ല നമ്മൾ പറഞ്ഞു. 11th 12th 13th അടുത്ത ചൊവ്വ ബുധൻ വ്യാഴം നമുക്ക് 1-2 ക്ലാസ് ആഴ്ചയിലെ ഗ്രാമർ സെഷൻസ് മിസ്സായി. കഴിഞ്ഞ ആഴ്ചയിലെ മിസ്സായി, ഈ ആഴ്ചയിലെ മിസ്സായി. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യും. അതും നിങ്ങൾക്ക് നോട്ട്സ് എക്സ്ട്രാ ഒന്നും എഴുതാനുണ്ടാവില്ല, അല്ലെ? ഞാൻ ക്ലാസ്സിൽ തരുന്ന നോട്ട്സേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാനും എക്സാമ്പിൾസ് നോക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനായിട്ട് ഒരു എക്സ്ട്രാ വർക്ക് ഇല്ല. ഒന്നെങ്കിൽ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഒരു അരമണിക്കൂർ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം അടുത്ത ആഴ്ച 3 ദിവസം നമ്മൾ ഗ്രാമർ, അതായത് നമ്മൾ മുദാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുദാരിന്റെ നമുക്ക് അറിയാം, ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് വെക്കാറ്, അല്ലെ? ഖുറാനിൽ നമ്മൾ മുദാരി ഐഡന്റിഫൈ ചെയ്യല്, നിങ്ങൾ എല്ലാവരും ഖുറാൻ തുറന്നു വെച്ചിട്ട് ഓരോ ആയത്തിലെയും വാക്കുകൾ കണ്ടുപിടിക്കല് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അടുത്ത ക്ലാസ്സുകളിൽ. അപ്പോൾ അപ്പോഴൊക്കെ നോട്ട്സ് എഴുതാൻ സമയം കിട്ടുകയാണെ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് നോട്ട്സ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു വഴി കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല, പക്ഷെ സമയം തരുന്നുണ്ട്. നമ്മളെ പ്രയോറിറ്റിയാണ്. ഓക്കെ, എല്ലാവരും ശ്രമിക്കുക. മിസ്സായവരൊക്കെ ശ്രമിച്ചിട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ 13th വരെ, അതായത് അടുത്ത വ്യാഴാഴ്ച വരെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഷാ അള്ളാ ഇതിന്റെ ലീവാണ് 14th മുതൽ 22nd വരെ. അടുത്ത വെള്ളിയാഴ്ച മുതൽ അതിന്റെ അടുത്ത ശനി വരെ നമുക്ക് ലീവാണ്. ആ സൺഡേ ഇൻഷാ അള്ളാ നമുക്ക് റിവിഷൻ വെക്കാം. അടുത്ത ഗ്രാമർ എക്സാമിന്റെ, അതായത് 24th ഗ്രാമറിന്റെ ടെസ്റ്റ് ആയിരിക്കും. 24th മൺഡേ, അതായത് അടുത്ത 2 മൺഡേ എക്സാം ഇല്ല. 24th മൺഡേ ഗ്രാമറിന്റെ ടെസ്റ്റ് ആയിരിക്കും. ഇത് കഴിയുന്നതും 1 to 12 എക്സാം ആയിരിക്കും. 1 to 12 എന്ന് പറയുമ്പോൾ അല്ലാ ഒരുപാട് ക്ലാസ് കേൾക്കാണ്ടല്ലോ എന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. നമ്മൾ ഈ 9, 10, 11, 12 പഠിച്ച മുളാരിനെ മറ്റേതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിരിക്കും തരുന്നുണ്ടാവുക 23rd. അതുപോലെ ഈ ക്ലാസ്സുകളിലൊക്കെ, അതായത് 11, 12, 13 നടത്തുന്ന ക്ലാസ്സിനൊക്കെ അതിന് ഹെൽപ്പ് ആക്കുന്ന രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ തരും. അതുകൊണ്ട് അത് ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാനൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം മുതലേ നമ്മൾ പഠിച്ച ഗ്രാമറുകൾ വെച്ചിട്ടുള്ള എക്സാം ആയിരിക്കും 24th. 25th അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ 26th ഉള്ളൂ നമുക്ക് അടുത്ത എക്സാം, അടുത്ത ക്ലാസ്, തഫ്സീർ ക്ലാസ്. അതായത് 5-ാം തീയതി മുതൽ ഏകദേശം 26-ാം തീയതി വരെ തഫ്സീർ സെഷൻ ഇല്ല. 21 ദിവസത്തോളം നിങ്ങൾക്ക് സമയമുണ്ട്. മിസ്സായവർക്കൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ട്. അതിൽ കൂടുതൽ സമയമൊന്നും നമുക്ക് തരാൻ പറ്റൂല ഇൻഷാ അള്ളാ. ഓക്കെ, ഇൻഷാ അള്ളാ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത റമദാൻ വരെ ഇനി ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒരേപോലെ എളുപ്പം തരട്ടെ. അത് എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത റമദാന്റെ കാര്യം നമുക്ക് ഇൻഷാ അള്ളാ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തീരുമാനിക്കാം. പിന്നെ സബ് ഗ്രൂപ്പ്സിന്റെ കാര്യം പറയുമ്പോൾ സബ് ഗ്രൂപ്പ്സിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ലൈറ്റ് ആയിട്ട് ഇപ്പൊ നടന്നു പോകുന്നുണ്ടെന്നുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അതിന് റീസൺ എന്താന്ന് വെച്ചാൽ ഈവൻ ചില സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് തന്നെ പല പ്രശ്നങ്ങളിലും തിരക്കുകളിലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ സമയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പല സബ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും കുട്ടികൾ മെയിനായിട്ട് സ്കൂളിൽ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ തിരക്കായിരുന്നു. ഇനിയിപ്പം ഈ ഒരാഴ്ചയല്ലേ ഒരു ഗ്യാപ്പ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെയും പെരുന്നാളിന്റെ തിരക്കായി. അപ്പം സബ് ഗ്രൂപ്പിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ളവരെ ഇങ്ങനെ ഓരോ സബ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അതിങ്ങനെ നടക്കും.
ഇൻഷാ അള്ളാ നമ്മള് പോസ്റ്റ് ഇത് കഴിയുന്ന സമയത്തോടു കൂടി സബ് ഗ്രൂപ്പിന്റെ റിക്വസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഇൻഷാ അള്ളാ പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനേക്കാളും ഉഷാറാക്കിയിട്ട് സബ് ഗ്രൂപ്പിനെ കൊണ്ടുവരണം. നമുക്ക് ശരിക്കുള്ള തദബ്ബുറിലേക്കൊക്കെ കടക്കണം. ഓരോരുത്തരും നമുക്കൊരു ജലസത്ത് തദബ്ബുർ പോലെയൊക്കെ വെച്ച് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് സമയമൊന്നും എടുക്കുമെന്ന് വിചാരിക്കേണ്ട. ഒരു സമയം വെച്ചിട്ട് ഓരോ ഗ്രൂപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യ് ഏറ്റവും ഹൈറായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ കൂടുതൽ കൂടുതൽ ഹെൽപ്പ് ആവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം നമ്മുടെ ഈ റിഫ്ലക്ഷൻ സെഷൻസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. ഓരോരുത്തരും അവനവന്റെ ചിന്തകളും ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, എനിക്ക് അൽഹംദുലില്ലാ ഒരുപാട് പലരുടെയും റിഫ്ലക്ഷൻസ് ഒരുപാട് ഹെൽപ്പ് ആവാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇൻഷാ അള്ളാഹ് തദബ്ബുറൊക്കെ കുറച്ചും കൂടെ ഉഷാറാക്കിയിട്ട് കൊണ്ടുവരണം നെയ്യത്തുണ്ട്, ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ച വേറൊരു കാര്യമായിരുന്നു ഇൽമ അമൽ പ്ലാൻ. നമ്മൾ ആ റംലാന്റെ ഇടയിൽ കൊണ്ടുവന്നത് കൊണ്ട് പലർക്കും പറഞ്ഞ പോലെ റംലാന്റെ പകുതി ബോധത്തോടു കൂടിയാണ് നമ്മൾ മെസ്സേജ് തന്നെ വായിക്കുന്നത്. ആർക്കും കാര്യങ്ങൾ മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടായിരുന്നു, തുടങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളിത് ഇപ്പൊ ചെയ്യാന്ന് പറയുന്നത് കുറെ നാളായി. ഇൻഷാ അള്ളാ അതും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേറെ തന്നെ ഒരു ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം മതി. ഓക്കെ, ഡെഡ് മെമ്പേഴ്സ് വേണ്ട തന്നെ. ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രം വെച്ചിട്ട് നമുക്കൊരു പ്ലാനൊക്കെ ഇട്ട് അത് ചെയ്യണം. അതിൽ ഈ പറഞ്ഞ പോലെ ഈ 100 പേജിന്റെ നോട്ട്സ് ഒന്നും വേണ്ട. നമുക്ക് ഒരൊറ്റ പേജിന്റെ പകുതി നോട്ട് എഴുതേണ്ടി വരുന്ന ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് മാറ്റണം, അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ പറഞ്ഞു തന്ന് നമുക്കൊന്ന് ചെയ്യണം അത് ഇൻഷാ അള്ളാ. അതും നമുക്ക് ഇൻഷാ അള്ളാ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതും സ്റ്റാർട്ട് ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാ രീതിയിലുള്ള സഹായവും സപ്പോർട്ടും അല്ലെ തൗഫീഖും ഒക്കെ നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പഠിക്കാൻ മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് നിലനിർത്താനും. കാരണം നിലനിർത്തലാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. മരണം വരെയും നിലനിർത്താൻ വേണ്ടിയിട്ട്, മാറിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള അടിമകളായിട്ടില്ലേ ഖൽബിൻ സലീമും കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുന്നവരാകാനും, അതേപോലെ മറ്റുള്ളവർക്ക് അതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ, അത് നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും അല്ലെ കൂടുതൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. റബ്ബിന്റെ തൗഫീഖും സഹായമൊക്കെ അതിന് ഉണ്ടാവട്ടെ. ആമീൻ. ഇനി നമ്മുടെ മോട്ടിവേഷൻ സെഷനിലേക്ക് പോവാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പുതിയതൊന്നും പറയാനില്ല. കാരണം നമ്മൾ മുമ്പുള്ള സെഷനുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നാലും ഒന്നും കൂടെ പൊടി തട്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ 3-4 പ്രശ്നങ്ങൾ അല്ലെ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. ഒന്നാമത്തത് ബിസി ഷെഡ്യൂള്. എല്ലാവർക്കും ഭയങ്കര ബിസി ഷെഡ്യൂള്. അത് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് അത് നോർമൽ ആണ്. ലൈഫ് എപ്പോഴും ഒരേപോലെ ആയിരിക്കൂല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഫാമിലിക്ക് കുറച്ചധികം സമയം കൊടുക്കേണ്ടി വരും, മക്കൾക്ക് അധികം സമയം കൊടുക്കേണ്ടി വരും, റിലേറ്റീവ്സിന്റെ കൂടെ നിൽക്കേണ്ടി വരും അല്ലെ. ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പിനൊക്കെ പോകേണ്ടി വരും. ഹലാലായ രീതിയിൽ ഇതൊക്കെ നാച്ചുറൽ ആണ്. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളുടെ ആവശ്യങ്ങളിൽ പെട്ടതാണ്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് വരും നമുക്കോ നമ്മളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഒക്കെ അല്ലെ. മരണങ്ങള്, കല്യാണങ്ങള്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും വരും. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നോർമൽ ആണ്, എല്ലാവർക്കും ഉണ്ട്. ഇത് എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഓക്കെ, അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ലൈഫിന്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഫേസിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു മാസം അല്ലെങ്കിൽ വേറൊരു മാസം ഓരോരുത്തരും ഇതിനൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് അള്ളാഹ് ഹെൽപ്പ് ചെയ്യും. അള്ളാന്റെ ഹെൽപ്പ് ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അതിന് ഈസി ആയിട്ട് അതിലൂടെ കടന്നു പോകാൻ പറ്റും. അതോ ഇത് ഞാൻ എന്താക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് എല്ലാ കാലം ഇത് പ്രയാസമായിരിക്കും. ഇതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യങ്ങളല്ല. കാരണം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് പല പ്രശ്നങ്ങളും വരും, അള്ളാന്റെ ഹെൽപ്പ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതങ്ങ് എളുപ്പമാവും. അപ്പം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ജീവിതത്തിൽ അവസാനം വരെ ഇത് വന്നും പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ പേരിൽ അല്ലെ നമ്മൾ ശ്വസിക്കുന്നത് നിർത്തിവെക്കാറില്ല, ഭക്ഷണം കഴിക്കുന്നത് നിർത്തിവെക്കാറില്ല, വെള്ളം കുടിക്കുന്നത് നിർത്തിവെക്കാറില്ല, ഉറങ്ങുന്നത് നിർത്തിവെക്കാറില്ല. അതേപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഖുർആൻ. ഇതൊക്കെ വേണ്ട പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഖുർആൻ. അതും ഖുർആനിൽ എന്താ ഉള്ളത്, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം അല്ലേ. നമുക്ക് കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, നമ്മളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ അടുത്ത് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറായിരിക്കും മനസ്സിനകത്ത് അല്ലെ. നമ്മൾ അങ്ങനെ ഇരിക്കാറില്ല എന്നുള്ളതാ സത്യം അല്ലേ. ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവർ ഇവിടെ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു വിഷമം എന്താണെന്നറിയോ, ഭയങ്കര പ്രയാസം അത്, ഭയങ്കര പ്രയാസപ്പെട്ട ഒരു കാര്യം അത്.
അപ്പം നമ്മള് കുറേ ദിവസങ്ങളോളം അള്ളാന്റെ കലാം എനിക്ക് കേൾക്കണ്ട, എനിക്ക് അറിയണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കുന്നുണ്ടോന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഈ പറഞ്ഞത് എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? അപ്പം എല്ലാവരും ഫൈറ്റിംഗ് ആണ്. എല്ലാവരും അവനവന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഫൈറ്റിംഗ് ആണ്. അത് മനസ്സിലാക്കുക. പറയുന്നവരും ചിന്തിക്കുന്നവരും കംപ്ലൈന്റ് പറയുന്നവരും ഒക്കെ വിചാരിക്കാതിരിക്കുക ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സ്ക്യൂസ്, ഞാൻ മാത്രം എക്സ്ക്യൂസിൽ പെട്ടതെന്ന്. ഇത് റബ്ബിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ടെസ്റ്റിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നേ ചെയ്യാനുള്ളൂ, അള്ളാന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടിരിക്കുക. അള്ളാ നീ തന്നതാണ് ഈ പ്രയാസം, അല്ലെങ്കിൽ നീ തന്നതാ ഈ തിരക്ക്, നീ തന്നെ എനിക്ക് എളുപ്പാക്കി തരും. ഓക്കെ, നീ എളുപ്പാക്കിത്ത. ആ എളുപ്പത്തിന് വേണ്ടിയുള്ള ദ്വാകള് അല്ലെ എല്ലാം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ആത്മാർത്ഥമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എപ്പോ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചിട്ട് എന്താ എനിക്ക് പറ്റാത്തേന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യലല്ല. നമ്മൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, ഈ റബ്ബിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാണ്ട് ഭൂമിയിലുള്ള ആരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ട് എന്താ കാര്യം അല്ലെ? നമ്മൾ എന്ത് പ്രശ്നങ്ങളും റബ്ബിന്റെ അടുത്ത് പറയാതെ ഭൂമിയിലുള്ള ആരടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് പരിഹാരം കിട്ടാൻ പോണേ? പറയരുതെന്നല്ല കേട്ടോ, നമ്മൾ പറയണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലേ? കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിന്റെയൊക്കെ പ്രീ റിക്വസിറ്റ്, അതിന്റെയൊക്കെ മുമ്പേ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം റബ്ബിന്റെ അടുത്ത് പറയാന്ന് മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതിങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ നടന്നോട്ടെ. പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പുഷ്. നമ്മളെ പുഷ് ചെയ്യാതെ ഒന്നും നടക്കൂല. വേറെ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ പുഷ് ചെയ്യൂല ദീനിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ടഫ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും. ഇതൊരു തൽക്കാലം മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ, ഞാൻ തിരിച്ചു വരും, ഞാൻ വീണ്ടും പഴയതുപോലെ പഠിക്കും, എഴുതും, ജീവിതത്തിലേക്ക് കൊണ്ടുവരും, ദീനിലും ഉറച്ചു നിൽക്കുന്നു നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, സഹായം തേടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അത് ബിസി ഷെഡ്യൂളിന്റെ കാര്യം. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് റംസാനിന് ശേഷമുള്ള ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, മൊത്തത്തിലൊരു എന്താ പറയുക ഡൗൺ ആണ്. ഈമാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ചിലർക്ക്, മനസ്സിന് ഈമാന് കുഴപ്പമൊന്നുമില്ല, എന്നാൽ പ്രവൃത്തിയിലേക്ക് വരുന്നില്ല. ചിലർക്ക് ഒന്നും കഴിയേണ്ട ഒരു പാരലൈസ്ഡ് പോലത്തെ ഫീലിംഗ് ആണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ, ഇബാദത്ത് ചെയ്യുന്നതെന്നേ ഉള്ളൂ, അതിനകത്ത് ജീവനില്ലാത്ത പ്രശ്നം അല്ലെ, കണ്ണിൽ നിന്ന് വെള്ളം കണ്ണുനീര് വരാത്ത പ്രശ്നം, ഒന്നിലും ആത്മാർത്ഥത ഇല്ലാത്ത പ്രശ്നം ഒക്കെ ആരും എക്സെപ്ഷൻ ഒന്നും അല്ല. ഒരു ഫേസിൽ അല്ലെങ്കിൽ മറ്റൊരു ഫേസിൽ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഏറ്റവും ആദ്യം വേണ്ടത് ആക്സെപ്റ്റ്. ഇതൊക്കെ എന്താ റിയാലിറ്റി ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും, ഇബ്ലീസിന്റെ അറ്റാക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് റംസാൻ കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. മൂപ്പരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചെയ്യായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ വല്ലാത്തൊരു നിർവൃതിയിലായിരുന്നു അല്ലെ. അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള റംസാൻ അടുത്ത കൊല്ലം നമുക്ക് കിട്ടട്ടെ, നമുക്ക് എല്ലാവർക്കും ആമീൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ പല പല ഇതിനും, അതായത് ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോണ്ട് ഇബ്ലീസ് നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യുക, റിയലൈസ് ചെയ്യുക. എല്ലാത്തിനെയും പോലെ തന്നെ അള്ളാന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക, സഹായവും പ്രൊട്ടക്ഷനും തേടിക്കൊണ്ടിരിക്കുക. ദ്വാകൾ നിങ്ങൾക്കൊക്കെ അറിയാം, രാവിലത്തെ വൈകുന്നേരത്തെ ദ്വാകളാണെങ്കിലും അല്ലാത്ത ദ്വാകളാണെങ്കിലും എപ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക നോൺ സ്റ്റോപ്പായിട്ട്. നമുക്ക് നമ്മളെയൊക്കെ പ്രശ്നം വെച്ചാൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ചോദിച്ച് നമ്മളങ്ങ് നിർത്തും. റബ്ബിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിർത്താതെ ചോദിച്ചോ, ആത്മാർത്ഥമായിട്ട് കരഞ്ഞോണ്ട്. കരയാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കരഞ്ഞോ, പിന്നെ അത് ശരിക്കുള്ള കരച്ചിലായിക്കോളൂ. ഉണ്ടാക്കി കരഞ്ഞോ. സുജൂദിൽ പോകുമ്പോൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു അറ്റാക്ക് ഇബ്ലീസിൽ നിന്ന് മാറി നിന്നിട്ട് എനിക്ക് നിന്റെ അടുത്തേക്ക് അടുത്താൽ മാത്രം മതി, വേറൊന്നും എനിക്കൊരു വിഷയമല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂലെങ്കിൽ ദുആക്ക് വേണ്ടി കരയാൻ വേണ്ടിയൊക്കെ നമ്മളെ തന്നെ നമ്മൾ പുഷ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള സിറ്റുവേഷനൊക്കെ ആവുമ്പം ഈ വെക്കേഷനൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മളെ വേറൊരു പ്രശ്നം, നമുക്ക് ഒരു ലോൺലി ടൈം കിട്ടൂല എന്നുള്ളത് അല്ലെ. എല്ലാവരുമായിട്ട് നമ്മൾ ഓരോന്ന് സംസാരത്തിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തഖ്വ കുറയും, സ്വാഭാവികമാണ്, ചിന്ത കുറയും, സ്വാഭാവികമാണ് അല്ലെ. അപ്പം എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒരു എലോൺ ടൈം കണ്ടുപിടിക്കുക, നമ്മൾ മാത്രമായിട്ടുള്ള, നമ്മളും റബ്ബും മാത്രമായിട്ടുള്ള. അതിന് റബ്ബ് തന്നെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. തഹജ്ജുദ് 3 മണിക്കൊക്കെ ആരാ എഴുന്നേറ്റിരിക്കുന്നത് വീട്ടിൽ? ഒരു പക്ഷേ അതുപോലെ എഴുന്നേൽക്കുന്ന 1-2 ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ടാവുമായിരിക്കും. അവരവരുടെ റൂമിൽ നിന്ന് ദുആ ചെയ്യുന്നുണ്ടാവും, പ്രെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അതുപോലെ നമ്മൾ
ബോധപൂർവം സമയം ഉണ്ടാക്കി അള്ളാഹുമായിട്ട് സമയം കണ്ടെത്തുക. അള്ളാഹിന്റെ അടുത്ത് അന്നത്തെ ദിവസം ഹൃദയത്തിൽ കൂടെ കടന്നുപോയ ആകുലതകളും വേവലാതികളൊക്കെ റബ്ബിന്റെ അടുത്ത് മുമ്പിൽ തുറന്നു വെച്ച് കരയുക. അള്ള എളുപ്പാക്കി തരുക തന്നെ ചെയ്യും. അതേ ഉള്ളൂ, അത് തന്നെയാണ് എല്ലാവർക്കും വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ടിരിക്കുക. അതൊന്നും പുതിയതല്ല, എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ ഇബ്ലീസിന്റെ ട്രിക്കുകളെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കുക. ഇബ്ലീസ് ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ, അതായത് ഒരു കുഞ്ഞ് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരിയാണ് മൂപ്പര് അങ്ങ് കയറി മെഴുകും. അപ്പം നമ്മളൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലാണ് വലിയ പ്രശ്നം. ഇങ്ങനത്തെ നമ്മൾ ദീനമായിട്ട് ടച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു റീസണിലാണെങ്കിലും നമ്മളൊരു ബ്രേക്ക് എടുത്താൽ, ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലേക്ക് മൂപ്പരങ്ങ് കയറും. അപ്പൊ നിങ്ങൾ തഫ്സീർ പഠിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നിന്നോ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ മുഴുകുക. നിങ്ങൾ ഫാമിലി ടൈമിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഫാമിലിന്റെ കൂടെ തന്നെ സുഖമില്ലാത്തവരെ കാണാൻ പോവാ, യതീമുകളെ കാണാൻ പോവാ, അവർക്ക് എന്തെങ്കിലും ചെയ്യുക, രോഗികളെ കാണാൻ പോവാ, അങ്ങനെ റബ്ബിന്റെ തൃപ്തിക്കായിട്ട് ആയിക്കൊണ്ടിരിക്കുക. പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പോവുക, ജുമാക്ക് പങ്കെടുക്കുക. കാരണം അതൊക്കെ നമ്മുടെ ഈമാൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ, നമ്മളെ വീണ്ടും പുഷ് ചെയ്ത് കയറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ പഠനവും കാര്യങ്ങളിലും നിങ്ങൾക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, ഫാമിലി റീസൺസോ അങ്ങനത്തെ എന്തെങ്കിലും റീസൺസ് ആണെങ്കിൽ അവരെയും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കുടുംബമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരിക, സംസാരിക്കുക. അതായത് നമ്മളെ ബോധപൂർവ്വം നമ്മളെ ഈമാൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടേത് ഒരു പക്ഷെ ബൂസ്റ്റ് ആവോ ഇല്ലേ എന്നുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ഹൃദയങ്ങളിലുള്ളതിനനുസരിച്ച്, പക്ഷെ നമ്മളുടെ ഈമാൻ ഉണ്ടല്ലോ അല്ലെ, അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഇബ്ലീസ് അറ്റാക്ക് ചെയ്യും. അപ്പം ബ്രേക്കിനെ നമ്മൾ വളരെ ബോധപൂർവ്വം ഹാൻഡിൽ ചെയ്തേ മതിയാവും. ഇതൊന്നും വേറെ ആരും വന്ന് ചെയ്തു തരൂല, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം നമ്മളെ കാര്യത്തിൽ. കാരണം നമ്മളാണ് ഇതും കൊണ്ട് റബ്ബിന്റെ അടുത്തേക്ക് പോകേണ്ടത് അല്ലെ, നമുക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും വന്ന് ചെയ്തു തരും എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കന്നെ വേണം. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും, അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകും, തിരിച്ചൊരു സാധാരണഗതിയിൽ അതൊന്നും ചെയ്യാത്തവരായിരിക്കും, പോവും, അവർക്ക് നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കും. ഇനി മറ്റു ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഓടണമെങ്കിൽ ഓടും, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടണമെങ്കിൽ ഓടും, അതൊക്കെ നമ്മൾ ചെയ്യൂലേ. നമുക്ക് ഇതുപോലെ നമ്മളൊരു ഈമാൻ ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റും പറഞ്ഞ് അങ്ങനെ ഇരിക്കും, എന്നിട്ട് ബാക്കി വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മളെ കാര്യമാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേറൊരു കാര്യം ഇല്ല. ഓക്കെ, നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചേ മതിയാവും. കഴിഞ്ഞ ഹൃദയ ശുദ്ധീകരണം ക്ലാസ്സിൽ നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ഒരിത്തിരി നേരം പോലും അല്ലെ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ പുറമെ കൂടെ ഒരു നേർത്ത കവറിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പൊ നമ്മളുടെ അവസ്ഥയോ അല്ലെ. അപ്പം ആ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞ രീതിയിലുള്ള ഇസ്തിഗ്ഫാറുകൾ, കാരണം അത് നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നാവിൽ നടക്കുന്നത്, നമുക്ക് വേറെ ആരുടെ ടൈമും എടുക്കണ്ട അല്ലെ, വേറെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്ന സമയം എടുക്കണ്ട. നമുക്ക് നമ്മളുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് ലിപ് സർവീസ് ആയിട്ടെങ്കിലും അങ്ങനെയുള്ള ഇസ്തിഗ്ഫാറുകളിൽ മുഴുകുക. അത്ര പോലും അള്ളാഹിനെ മറക്കാൻ വേണ്ടി നമ്മളെ അനുവദിക്കരുത്. ഓക്കെ, അള്ളാഹിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ, അള്ളാഹ് എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാ റബ്ബേ, നീ സഹായിക്ക് റബ്ബേ. ഓക്കെ, നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് സഹായിക്കാതെ ഇരിക്കൂല. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് എത്ര സ്റ്റെപ്പ് എടുത്താൽ നമ്മളെ അടുത്തേക്ക് ഓടി വരാന്ന് അറിയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ അല്ലെ. ഖിറാത്ത് ഖുർആൻ ഓതാൻ പറ്റുമെങ്കിൽ, ലിപ് സർവീസ് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അതെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. ഈമാൻ ലോവറിങ്ങിന്റെ ക്ലാസ്സുകൾ നമ്മൾ കുറേ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പം ഇപ്പം തൽക്കാലം നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഉണ്ടാവുമ്പം ഇബ്ലീസ് കയറുന്നുള്ളതാണ്. അപ്പൊ ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോവുക, ഇനി ബ്രേക്ക് എടുക്കുമ്പോൾ അതിനെ വേറെ രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ. ഇനി വേറെ ഒരു പ്രശ്നം ഇബ്ലീസിനെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴുള്ള അറ്റാക്കാണ്. ഇബ്ലീസ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. പ്രത്യേകിച്ച് ഇവൻ നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഈമാനുള്ള ആളുകളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിനകത്തിലെ ആരെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ ആയിരിക്കും, അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ലീഡ് എടുത്തിട്ട് നമ്മൾ അവർക്ക് മോട്ടിവേഷൻ ആവാൻ ശ്രമിക്കുക. അപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു മഹൗലിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഓൺലൈൻ സ്റ്റഡീസ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ
പലർക്കും ഒരു ചിന്തയുണ്ട്, ഓ ആദ്യം മുതലേ ഒക്കെ പഠിച്ച് നോട്ട് എഴുതി 200% നോട്ട് എഴുതി ഞാൻ കറക്റ്റായിട്ട് ഞാൻ കവർ ചെയ്യുന്നല്ലേ. നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അത് കവർ ചെയ്തിട്ടേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ, ഞാനങ്ങ് ഉയരങ്ങൾ അങ്ങ് കീഴടക്കി കളയുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു എന്താ പറയാ, പെർഫെക്ഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്തും ഒറ്റക്കായിരിക്കുമ്പം ഇബ്ലീസിനെ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് അത്രക്ക് 100% ഉറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കാര്യം എനിക്ക് ഒറ്റക്ക് ചെയ്തങ്ങ് മലത്താന്ന് ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ സജഷൻ എന്താന്ന് വെച്ചാൽ ആളുകളെ കൂടെ ആയിരിക്കുക, ആളുകളോട് സഹായം തേടുക, എടുക്കുക. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് വേണം കേട്ടോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, എനിക്ക് ഹെൽപ്പ് വേണം, ഞാൻ ഈ ക്ലാസ് പഠിക്കുന്നില്ല, കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അതിന് നാണം വിചാരിക്കേണ്ട, റിയാ ആണെന്നും വിചാരിക്കേണ്ട. പലർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതൊക്കെ റിയാ എന്ന് വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആക്ച്വലി നമ്മൾ വളരെ മോശമാവുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ സഹായം എടുക്കുന്നതാണത് അല്ലേ. നമ്മൾ പഠിക്കുന്നത് അങ്ങോട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ ചെയ്യുന്നത് ഇബ്ലീസിന്റെ ട്രാപ്പിൽ വീണ് അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കുന്നതാണ്. അതൊരിക്കലും റിയാ ആവൂല, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, എനിക്ക് ഹിഫ്ള് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനേ പറ്റാത്ത കാര്യമാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ പലരും സഹായിച്ചിട്ടാണ് എന്റെ കാര്യം നടക്കുന്നത്. ഈവൻ ഈ ഒരു ക്ലാസ് ആണെങ്കിൽ പോലും, തഫ്സീർ കോഴ്സ് ആണെങ്കിൽ പോലും കണ്ടിന്യൂറ്റി ഇല്ലാഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഹെൽപ്പാണ് സുബ്ഹാനല്ലാഹ് ഈ ഒരു കോഴ്സ്. അള്ളാന്റെ അടുത്ത് സഹായം ചോദിച്ചു അള്ളാഹ് തന്ന ഒരു ഹെൽപ്പ് മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് വേണ്ട ഒരു ഹെൽപ്പായിരുന്നു. നമ്മൾ അള്ളാന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തരാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹ്ക്ക് തരാൻ പറ്റുന്ന എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഇതേപോലെ കൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തതിന് എനിക്ക് കിട്ടിയ ഉത്തരമാണിത്. അൽഹംദുലില്ലാഹ്. ഇവിടെയുള്ള പലരും വിചാരിക്കുന്നുണ്ടാവും അവരെന്റെ സ്റ്റുഡൻസ് ആണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മോട്ടിവേഷൻ ആണ്. കാരണം എനിക്ക് കിട്ടുന്ന ഹെൽപ്പാണ്, അള്ളാഹ് തന്ന ഹെൽപ്പാണ്. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള പലരും ഓരോരുത്തരും ക്ലാസ്സിനും എന്താ എക്സാമിന്റെ കാര്യം വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അത് മിസ്സായി, അത് കേൾക്കാൻ പറ്റിയില്ല, അത് കേൾക്കണം എന്ന്, അപ്പൊ ഞാൻ വിചാരിക്കും അൽഹംദുലില്ലാഹ് ഇവർക്കൊക്കെ എത്ര സീരിയസ്നെസ് ഉണ്ടല്ലേ, അപ്പൊ ഞാനിങ്ങനെ ആയാൽ പോരാ. അപ്പം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്ന നിഅമത്തുകളാണ്. ഇതുപോലെയുള്ള ആളുകളുടെ ചുറ്റുമായിരിക്കാൻ പറ്റുക എന്നുള്ളത്. ഇത്രയും നല്ല മഹൗലായിട്ടും നമ്മള് അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു എടുത്തു കളഞ്ഞതുപോലെ അല്ലെ, മന്നയും സൽവയും കൊടുത്തപ്പോഴും അവർക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ പെട്ടുപോവുകയാണെങ്കിൽ പിന്നെ നമുക്കതിന് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളെ കൊണ്ടിടേണ്ട എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ മുന്നേറുക. ഓക്കെ, അപ്പം ഒറ്റയ്ക്കാവാതിരിക്കുക, ബ്രേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് മെയിനായിട്ട് ഇബ്ലീസിന്റെ എന്താണ് അവയർനെസ്. ഇബ്ലീസ് അറ്റാക്ക് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് അവെയർ ആവുന്നതിനുള്ള പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് പറയാം, പക്ഷെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്ലസ് ദുആ ചെയ്യുക, അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, നിർത്താതെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നോട്ട് ഇൻകംപ്ലീറ്റിന്റെ കാര്യം, ഇവിടെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നഫ്സിന്റെ ഒരു പ്രശ്നം. ഇത് നോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ആ ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ആ ഒരു തൃപ്തി, അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ, ഒരു പെർഫെക്ഷൻ എന്നുള്ള ഒരു ചിന്ത. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ OCD എന്ന് പറയും, നമ്മൾ അറബിയിൽ പറഞ്ഞ വസ്വസ് എന്ന് പറയും. ഇതൊക്കെ അതിൽ പെട്ട സംഭവമാണ്. നമുക്ക് എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ വേണം, അത് കംപ്ലീറ്റ് ആക്കി അതിനൊരു തൃപ്തിയായിട്ടേ നമ്മൾ ഇതിലേക്ക് പോവുള്ളൂ അല്ലെ. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ വീടിന്റെ പുറത്ത് ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട്, ഒരു ചെരുപ്പ് ചരിഞ്ഞാ നിൽക്കുന്നെങ്കിൽ അത് കണ്ടാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല, അത് നേരെയാക്കി വെച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഷോക്കേസിനകത്ത് പ്ലേറ്റ് ഒന്നൊന്ന് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അത് കണ്ടാൽ ഞാൻ ഒരു സുഖം ഉണ്ടാവില്ല, അത് പോയി അത് എടുത്തൊന്ന് കൃത്യമായിട്ട് നേരെയാക്കി. ഓരോരുത്തർക്കും ഓരോന്നാട്ടോ, എല്ലാവർക്കും ഇതേപോലെ എന്നല്ല, പലതും അതൊരു എന്താ ഒരു പെർഫെക്ഷനിൽ എത്താന്നുള്ളത് നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ്. ഓരോരുത്തർക്കും അത് ഓരോ കാര്യത്തിലായിരിക്കും ആ ഒരു എന്താ പറയാ പെർഫെക്ഷൻ ചിന്ത. ഓക്കെ, ഒരൊറ്റ ടിപ്പ് ഇതിന് പറയാനുള്ള എന്താന്ന് വെച്ചാല്, എന്ത് കാര്യവും ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇത് എന്തിനാ ചെയ്യുന്നേ, എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇത് എന്തിനാ ചെയ്യുന്നേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തൃപ്തി ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, ആ തൃപ്തിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ പകരം ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രയോജനത്തിനെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ തൃപ്തിയോ
പ്രയോജനം ഇമ്പോർട്ടന്റ് പ്രയോജനമല്ല. അപ്പൊ ഏതാണ് എനിക്ക് കൂടുതൽ പ്രയോജനം കിട്ടുക, അതിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളെ നെഫ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് നെഫ്സിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതെ എന്തിനാ കൂടുതൽ പ്രയോജനമുള്ളത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുക്കളയിൽ ഏകദേശം ചോറും പണികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഒരു 5 പ്ലേറ്റും കൂടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരു റാക്കൊന്ന് തുടയ്ക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ 5 കഴുകിയിട്ട് പോയി ഒന്ന് എടുത്താലേ എനിക്കൊന്ന് ഇവിടെ ഒരു മെജോറിറ്റി 80% ആളുകൾക്കും തൃപ്തിയാവുള്ളൂ അല്ലേ. അതും കൂടെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ കറി വെച്ചിട്ടുണ്ട്, വറവിടാൻ മാത്രമേ ഉള്ളൂ, വറവ് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പോയാലേ നമുക്ക് സമാധാനമാവുള്ളൂ. ഈ പ്ലേറ്റിന്റെ കാര്യം പറയാം. ഈ 5 കൂടെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് റാക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്നും എടുക്കാൻ പോയാലേ നമുക്ക് സമാധാനമാവുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ അതുവഴി നമ്മൾ എന്താ മിസ്സാക്കുന്നത്? അവ്വല് വക്തിന്റെ ഏറ്റവും ഹയർ ആയിട്ടുള്ള പ്രയോജനം. ഈ പ്ലേറ്റ് കഴുകി വെച്ചുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ നിസ്കരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും മക്കൾ ഒരു 5 കൂടെ എടുത്തിട്ടിട്ടുണ്ടാവും. സത്യല്ലേ? അല്ലേ? ഇനി മക്കൾ എടുത്തിട്ടുണ്ടാവും, നമ്മൾ ചോറുന്ന് കഴിയുമ്പോഴേക്കും അത് അത്രക്കത്ര ആയിട്ടുണ്ടാവും. അത് പ്ലേറ്റ് കഴുകണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സാറ്റിസ്ഫാക്ഷനെ പ്രയോജനം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. നമുക്ക് എന്താ കൂടുതൽ പ്രയോജനം ഉണ്ടാവുക, അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഇതുപോലെ എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുക. നമ്മൾ തുലാസിന്റെ 2 സൈഡിലും വെച്ച് നോക്കുക. ഹെവി ആയിട്ടുള്ള സാധനം എടുക്കുക. ഇവിടെ ഇപ്പം നോട്ട് 100% കംപ്ലീറ്റ് ആക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആ നോട്ട് ഇങ്ങനെ നമ്മൾ എഴുതി ആ ഒരു തൃപ്തി കിട്ടുമ്പോൾ, സത്യം പറയുകയാണെങ്കിൽ അതിനകത്തുള്ള കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് അല്ലേ, എനിക്ക് ജീവിതത്തിൽ തിരുത്താനുള്ള കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പോലും അറിയാതെ അവിടെ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ അവിടെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇമ്പോർട്ടന്റ് കൊടുത്തത്, പ്രയോജനത്തിനല്ല അല്ലെ. അതേസമയം പ്രയോജനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/2 പേജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ സത്യം പറയട്ടെ, ഇതൊക്കെ പറയുമ്പോഴും ഞാനും ഈ ഒരു നോട്ട് 100% എഴുതുന്ന സാറ്റിസ്ഫാക്ഷന്റെ പ്രശ്നമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അവിടെ അതിനെ എങ്ങനെ കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ നമുക്ക് ചിന്തിക്കാം അല്ലെ. അൽഹംദുലില്ലാഹ് എന്റെ 100% നോട്ടാണ് ഇപ്പൊ ഈ ക്ലാസ്സുകളായി മാറുന്നത്. കാരണം എനിക്കത് എഴുതാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതിനൊന്നും കൂടെ എങ്ങനെ പ്രയോജനാക്കാം, ഇങ്ങനെ ആക്കാം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആ എഴുതി വെച്ച നോട്ട് പിന്നെയും നമ്മൾ അതിൽ കൂടെ പോവാറുണ്ടോ? ഒരു ക്ലാസ്സിന് ചിലപ്പം 10ഉം 15ഉം പേജ് എഴുതി കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പൊ ഏകദേശം 70 ക്ലാസ്സിന്റെ അടുത്ത് നമ്മൾ വന്നു നിന്നു അല്ലെ. 70 × 10 700 പേജുകൾ നമ്മൾ പിന്നെ എടുത്ത് വായിച്ച് നോക്കുന്നുണ്ടോ? അപ്പൊ അതൊരു വെറും സാറ്റിസ്ഫാക്ഷന് വേണ്ടി എഴുതുന്ന കാര്യമാണോ? അതിനേക്കാളും കൂടുതൽ പ്രയോജനം അതിനുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അതിൽ എന്താണ് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയോ? അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ നോട്ട്സ് വെച്ചിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്ത് അത് ഉപയോഗിച്ചാൽ മതിയോ? ചിന്തിക്കുക. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. കൂടുതൽ പ്രയോജനമുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ 2 കാര്യങ്ങൾ വരുമ്പോൾ തുലാസിൽ വെച്ച് നോക്കുക. ഏതിനാണ് കൂടുതൽ കനമുള്ളത്, കൂടുതൽ അള്ളാന്റെ പ്രതിഫലമുള്ളത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. കൂടുതൽ പ്രയോജനമുള്ളതിന്റെ പിന്നാലെ പോവുക. ഓക്കെ, എങ്ങനെ നമ്മളെ തന്നെ പേർപ്പസ്ഫുള്ളി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ നഫ്സിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഒരിത്തിരി ഡിസോർഡർ ഒക്കെ ആവാം. ഓക്കെ, നമുക്ക് എന്നിട്ട് പിന്നെ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പ്ലേറ്റ് കഴുകുന്ന കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെ വെക്കുക. ബാങ്ക് കൊടുത്തിട്ടില്ല, അതിന് മുമ്പേ നമ്മൾ പണി കഴിഞ്ഞു നോക്കുക. 2 പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോവാ. ഓക്കെ, 12:30ക്കാണ് ബാങ്ക്, 12:15 ആകുമ്പോൾ എന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിയും, എന്നാ പോലും 2 പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോയി നിസ്കരിച്ച് നോക്ക്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളുള്ളിൽ നിന്ന് മാറിക്കിട്ടും. പ്ലേറ്റ് നമുക്ക് പിന്നെ വന്നിട്ട് കഴുകാം, കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ സംഭവം പ്ലേറ്റ് കഴുകണ്ടെന്നല്ല പറയുന്നത്. അവിടെ പ്ലേറ്റ് കഴുകുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്താണ്, അവ്വല് വക്താണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്തു, അതിനൊരു എക്സ്ട്രാ ടൈം കൊടുത്താൽ മതി. അതുപോലെ നോട്ട് 100% എഴുതണ്ടെന്നല്ല പറയുന്നത്. നോട്ട് 100% എഴുതാനിരിക്കുമ്പോൾ നമ്മളെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അല്ലെ. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇബ്ലീസ് നമ്മളെ അറ്റാക്ക് ചെയ്ത് അവിടെ നിർത്തും. ആ 1-2 ലെസൺ ഞാൻ കേട്ടിട്ടില്ലല്ലോ, അതിന്റെ എക്സാം എഴുതിയിട്ടില്ലല്ലോ, ഇനിയിപ്പോ മുന്നോട്ട് പോയാൽ എങ്ങനെയാന്ന് വെച്ച് നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. നമ്മളെ ലൈഫിലേക്കുള്ള ലെസൺസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാറി നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കും.
അല്ലെ? അപ്പൊ നോട്ട് നമ്മൾ എഴുതിക്കോട്ടെ. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം, കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്യാം. മറ്റേതിന് നമ്മൾ എക്സ്ട്രാ സമയം എടുത്തിട്ട് നമ്മുടെ ലെഷർ ടൈം ഉണ്ടല്ലോ, അപ്പം എടുത്തോ. ഇനി അഥവാ നിങ്ങൾക്ക് അത് ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ പ്രയോജനപ്രദമായ എന്തിലേക്കെങ്കിലും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇതുപോലെ എന്താണ്, 1-2 പ്ലേറ്റ് മനഃപൂർവ്വം അവിടെ വെച്ചിട്ടൊന്ന് പോയി നോക്കുക. അങ്ങനെ നമ്മളെ നഫ്സിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തിങ് നമ്മൾ പറിച്ച് കളയണം. പറിച്ച് കളഞ്ഞേ മതിയാവും. അതുപോലെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എനിക്കൊന്നും ഇവിടെ ഈ മലബാറികൾക്കുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു സെറ്റ് ഉണ്ടാവും. ഇപ്പൊ നെയ്ച്ചോറാണെങ്കിലും കോഴിക്കോട്, ടിപ്പിക്കൽ കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാൽ നെയ്ച്ചോറും ഇസ്റ്റും വെണ്ടക്ക മുളകിട്ടതും ക്യാബേജും പപ്പടവും. ഇത് തികയാതെ നെയ്ച്ചോറ് ഇറങ്ങൂല ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം ഇതിനകത്ത് നിന്ന് ഒന്നങ്ങ് ഒഴിവാക്കി നോക്കുക. ഇന്ന് വെണ്ടക്ക ഉണ്ടാക്കണ്ട, നെയ്ച്ചോറ് തിന്നാൻ ഇറങ്ങുമോ നോക്കുക. നാളത്തെ ദിവസം പപ്പടം പൊരിക്കണ്ട, നെയ്ച്ചോറ് ഇറങ്ങുമോ നോക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ നിന്ന് നമ്മളെ നഫ്സിനെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ എന്നോടും കൂടെ പറയാട്ടോ, ഇത് എനിക്കും ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഏരിയയിലായിരിക്കുന്നു മാത്രം. അപ്പൊ എപ്പോഴും ഇങ്ങനെ നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ തൃപ്തിനേക്കാൾ ഇമ്പോർട്ടൻസ് പ്രയോജനത്തിന് കൊടുക്കുക. പ്രയോജനം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആഖിറത്തിലേക്കുള്ള പ്രയോജനത്തിന് കൊടുക്കുക, എന്നിട്ട് ദുനിയാവിലേക്കുള്ള പ്രയോജനത്തിന് കൊടുക്കുക. ഇത്രയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ എവിടെ എത്തിപ്പോകുന്നു അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മളിങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് തന്നെ ചെയ്ത് നമ്മൾ അതിനെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി സ്ലോലി അവിടേക്ക് എത്തിക്കോളും. ഓക്കെ. അപ്പൊ നോട്ട്സ് എഴുതുമ്പം ഏറ്റവും ആദ്യം ആ ലെസണിൽ നമ്മൾ ചേഞ്ചസിനെ കുറിച്ചുള്ള നോട്ട്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് വരുത്തേണ്ട മാറ്റം, എനിക്ക് വരുത്തേണ്ട തിരുത്തലുകൾ, എന്നിട്ട് ഡീറ്റെയിൽ നോട്ടിന് എഴുതാൻ വെക്കുക. എന്നാൽ തന്നെയും ഈ ചേഞ്ചസിന്റെ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓൾറെഡി ലൈവ് നടന്ന എല്ലാ ക്ലാസ്സിന്റെയും എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിപ്പം അൽഹംദുലില്ലാ നമുക്ക് ഇൽമ ML പ്ലാൻ വരുമ്പോൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യും. എന്നാലും ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാണ്, നിങ്ങൾ പുതിയ ക്ലാസ്സസ് കേൾക്കുമ്പോൾ പോലും ചേഞ്ചസിന്റെ നോട്ട്സ് ആദ്യം എഴുതുക. എന്നിട്ട് നിങ്ങൾ മറ്റേത് എഴുതിക്കോ, എക്സ്ട്രാ സമയം എടുത്ത് എഴുതിക്കോ. നമ്മളിങ്ങനെ വെറുതെ കിടക്കുന്ന സമയം അല്ലേ, ആരും തീരെ സമയമില്ല എന്നൊന്നും പറയണ്ട. എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഉഴപ്പാനൊക്കെ ലേശ സമയം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കിട്ടും തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്ക് കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ ടൈമിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മളെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ സമയത്ത് ചെയ്തു. പക്ഷെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത് എന്തിനാ, വൈ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും അവിടെ വെക്കുക. എന്തിനാ ഞാനിത് ചെയ്യുന്നത്, എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ. ഈ നോട്ട് നമുക്ക് അള്ളാന്റെ അടുത്ത് കൊണ്ടേ കാണിക്കാനില്ല. അള്ളാഹ് ചോദിക്കൂല നീ സെഷൻ 67 നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയോ എന്ന് ചോദിക്കൂല അള്ളാഹ്. പക്ഷെ അതിനകത്ത് പറഞ്ഞ കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ എന്ന് അള്ളാഹ് ചോദിക്കും. എന്താ നമ്മൾ റബ്ബിന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള, എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഇനി അള്ളാഹ് ചോദിക്കുന്നതിന് വേറൊരു പോയിന്റിലേക്ക് വരാം. നമ്മളിപ്പോ ആദ്യം പഠിച്ച പലതും നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. പല വേർഡ്സിന്റെ മീനിങ്സ് നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. പലതിന്റെ തഫ്സീർ നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. അതും റബ്ബ് ചോദിക്കൂല. നീ ഇത് ഫുൾ ഇവിടെ ഇരുന്ന് പറയ്, എന്താണ് ഓരോ ആയത്തും പറ. അള്ളാഹ് ചോദിക്കൂല. അള്ളാഹ് നമ്മൾ അതിന്റെ ലെസൺസ് ലൈഫിലേക്ക് കൊണ്ടുവന്നോന്നേ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്നും എന്തിനാ ചെയ്യുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് എളുപ്പത്തിൽ മാറി നിൽക്കാൻ പറ്റും. അള്ളാഹു എളുപ്പാക്കട്ടെ. പിന്നെ വേറൊരു കംപ്ലൈന്റ്, കുറേ പോർഷൻസ് എടുക്കുന്ന കാര്യമായിരുന്നു. ഇപ്പം ഈ ആഴ്ച പ്രത്യേകിച്ച് 4, 2, 6, 7 ആയത്തുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും ഒന്നും കൂടെ പറയാണ്. നമ്മളെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്, അതായത് ഒരു ദിവസത്തെ ക്ലാസ് ഞാൻ മിക്കവാറും 4 ദിവസമായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഒരു ദിവസമായിട്ട് കിട്ടുന്ന ക്ലാസ് 4 ദിവസം, 3 ദിവസം, 5 ദിവസമൊക്കെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്. അപ്പം അത്രയും സ്ലോ ആയിട്ടാണ് പോണേ. പിന്നെ വേറൊരു പോയിന്റ് ഓപ്പൺ ആയിട്ട് പറയാണ്, എന്റെ ജീവിതം സുബ്ഹാനല്ലാഹ് എപ്പോഴും ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഇതേപോലെ ഒരു പക്ഷെ എനിക്ക് ക്ലാസ് എടുത്തോളാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. നമുക്ക് കഴിയുന്ന സമയത്ത് ഓടുക, അതേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇതേപോലെ ക്ലാസ് എടുക്കാൻ ഒരു പക്ഷേ വേറെ രീതിയിൽ നമ്മളെ സിറ്റുവേഷൻ മാറുന്നു. അപ്പം ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം ഉണ്ടാക്കല്ലേ. ആഫറാത്ത്, നമ്മളെ മരണത്തിന് ശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന, എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും സ്ലോ തന്നെയാണ്, വളരെ സ്ലോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിനെക്കാളും ഒരു 4 ടൈം സ്ലോവർ ആണ് ഞാൻ. 4 ക്ലാസ്സിലായിട്ടാണ് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നത്. അത് കാരണം നമുക്ക് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കണം, പഠിക്കണം, ഡൈജസ്റ്റ് ആവണം, അതിൻ്റെയൊക്കെ സമയം വേണം എന്നുള്ളത് കൊണ്ടാണ് സ്ലോ ആക്കുന്നത്. ഇനിയും സ്ലോ ആക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു കൊല്ലമായിട്ടും ഒരു ജുസ് കംപ്ലീറ്റ് ആയിട്ടില്ല.
നമുക്കൊക്കെ ഇനി ഇത്ര ആയുസ് ബാക്കിയുണ്ടെന്ന് അറിയൂല, അല്ലെ? ഒരു ദിവസം ബാക്കിയുണ്ടോന്ന് അറിയൂല. അപ്പം ഇനിയും സ്ലോ ആക്കാൻ ദയവ് ചെയ്ത് ആരും റിക്വസ്റ്റ് ചെയ്യരുത്. എന്നെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി അത്രയ്ക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ. അപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പലർക്കും വേറെ കുറേ ക്ലാസ്സുകളുണ്ട്, അവിടെയൊക്കെ എഴുതാനും പഠിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതിന് കൂടുതൽ ടൈം കൊടുക്കുക. ഇതിനേക്കാൾ നല്ല ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് ടൈം കൊടുത്തിട്ട് ഇതിന് കുറച്ച് ടൈം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെവി ആണെങ്കിൽ അൽഹംദുലില്ലാ നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് ഏതാൾക്കും എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്, എക്സാമുകളാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എക്സാം എടുക്കാം, ക്ലാസ് എടുക്കാം, നോട്ട്സ് എടുക്കാം, എല്ലാം ഓപ്പൺ ആണ്. എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇത്തിരി സ്ലോ ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അപ്പോഴും ഞാൻ പറയില്ല, വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്ലോ ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ. ഇത് ഈ ഒരു പേസിൽ പോയിക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു ആലം. ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹിന്റെ തൃപ്തിയുള്ള അടിമകളായിട്ട് അവന്റെ കൽപ്പനകൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അതുവഴിയുള്ള പ്രതിഫലം അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.